സമീപത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറിന്റെയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും സേവനം എപ്പോഴും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് എത്രമാത്രം ഇംപ്രൂവ്മെന്റ് ഇപ്പൊ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവള് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നിൽക്കുമ്പോൾ തന്നെ ബാലൻസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല, മൂവ്മെന്റ്സിലൊന്നും ഹാൻഡ് ഗ്രിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്, ഇരുന്നിടത്തും തന്നെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത്യാവശ്യം ബാലൻസ് ചെയ്തിട്ട് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 60-70% ഇമ്പ്രൂവ്മെന്റ് വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു 6 മാസത്തിനിടയ്ക്ക്. അതായത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പം ബാലൻസ് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ ഇതിൽ വെച്ചിട്ട് കുട്ടീനെ ആൾട്ടർനേറ്റീവായി മൂവ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കുട്ടി ഫാൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ കുട്ടിക്ക് ഉണ്ടാവുന്ന നോർമലായിട്ട് അതിന് എതിരായിട്ട് വർക്ക് ചെയ്യിക്കാനുള്ളൊരു മസിൽ വർക്കൊക്കെ വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ഫിസിയോ ബോൾ കൊടുക്കുന്നത്. നല്ല പാട്ടുകളൊക്കെ പാടുന്നിട്ടല്ലോ നിങ്ങൾ? ആരാ പാട്ടൊക്കെ പഠിപ്പിച്ചു തരിക? ടീച്ചർ നന്നായി പാട്ട് പഠിപ്പിക്കും. പിന്നെ വേറെ എന്തൊക്കെ കഥകളൊക്കെ അറിയോ നിങ്ങൾക്ക്? അതാരാ പറഞ്ഞൊരു കഥയൊക്കെ? എന്നാ നിങ്ങളുടെ വാർഷികം അടുത്ത മെയ് 15. അന്ന് എന്തൊക്കെ പരിപാടികളാണ്? അന്ന് നമ്മ ഡാൻസും പാട്ടും എല്ലാം വേണം. ഈ സ്ഥാപനത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചതിൽ അഭിമാനം കൊള്ളുകയാണ് ഇവിടുത്തെ പൊതുജനങ്ങളും ഒപ്പം പഞ്ചായത്തും. ഒരു യുഗമുണരുന്നു, നവയുഗമുണരുന്നു, പുതിയൊരു ജീവിത സംസ്കാരത്തിൻ പുലരി. ആരോഗ്യ ശുചിത്വ മേഖലകളിൽ കരിവള്ളൂരിന്റെ നേട്ടം ശ്രദ്ധേയമാണ്. ഒരു സമ്പൂർണ്ണ JRC പഞ്ചായത്താണിത്. ഈ കുട്ടികൾ വീടുകൾ തോറും പോയി നോട്ടീസ് വിതരണം ചെയ്യുകയും അതുപോലെ സർവേ നടത്തുകയും ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കുകയും ചെയ്യുന്നു. ഈ വീട്ടിൽ പോവല്ലേ? ഇവിടെ തന്നെ വികസിപ്പിച്ചെടുത്ത ജൈവ കീടനാശിനി നിർമ്മാണമാണിത്. കൊതുക് നിവാരണത്തിന് വേണ്ടിയാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത്. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറാണ് ഡോക്ടർ മധു. ഡോക്ടർ, എങ്ങനെ ഈ ഒരു പ്ലാൻ ഇവിടെ തുടങ്ങുന്നത്? നമ്മൾ ജനകീയമായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രകൃതിക്ക് യാതൊരു ഹാനികരമായി ബാധിക്കാത്ത രീതിയിലൊരു പദ്ധതി കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജൈവ കൊതുകുനാശിനി എന്നൊരു ലായനി ഉണ്ടാക്കിയിട്ട് എല്ലാ വീടുകളിലും ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതി ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ശീമക്കൊന്നയുടെ ഇല, പുകയില, വേപ്പെണ്ണ, ചുണ്ണാമ്പ് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നൊരു ലായനിയാണ്. ഇത് ശീമക്കൊന്നയുടെ ഇലയിൽ ഉണ്ടാകുന്ന രാസപദാർത്ഥത്തിനൊക്കെ മികച്ച രീതിയിൽ കൊതുകിന്റെ ലാർവേനെ കൊല്ലാനുള്ള കഴിവുണ്ടെന്ന് സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ്. അശാസ്ത്രീയമായി കുന്നുകൾ ഇടിച്ച് വയലുകൾ നികത്തുന്നത് ഈ പഞ്ചായത്ത് നിരോധിച്ചു. അതുപോലെ തന്നെ ആരോഗ്യ ശുചിത്വ സംരക്ഷണത്തിന്റെ ഭാഗമായി പാൻ മസാലകൾ നിരോധിക്കുകയും 20 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് നിരോധിക്കുകയും വളരെ നേരത്തെ തന്നെ ഈ പഞ്ചായത്ത് ചെയ്തു കഴിഞ്ഞു. ചരിത്രം കൊണ്ട് പ്രസിദ്ധമാണ് കരിവള്ളൂർ. ഈ ബഡ്സ് സ്കൂളിൽ ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? 25 കുട്ടികളാണ് ഞങ്ങൾ ഈ സർവേ നടത്തുമ്പോൾ കിട്ടിയത്. ഇത് നടത്തിപ്പിനായിട്ട് പ്രത്യേക വല്ല സംവിധാനം ഉണ്ടോ, അതോ നേരിട്ട് പഞ്ചായത്ത് നടത്തുകയാണ്? അല്ല, നടത്തിപ്പിനായിട്ട് ഒരു ഭരണസമിതി, ഒരു പഞ്ചായത്ത് ഉപദേശക സമിതി, ബഡ്സ് സ്കൂൾ ഉപദേശക സമിതി, 2 കമ്മിറ്റികൾ. ഈ ചോദ്യാവലിയിൽ ഇപ്പൊ തന്നിരിക്കുന്നതില് വേസ്റ്റ് മാനേജ്മെന്റിന് പൊതു സൗകര്യം ഒന്നും നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെങ്ങനെ വന്നു ഇത്രയും ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു പഞ്ചായത്തിന്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിന്യം സംസ്കരിക്കാനില്ല. മാലിന്യത്തിന്റെ ഉറവിടത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണവും പരിപാടികളും. പ്ലാസ്റ്റിക് ആണെങ്കിലോ? പ്ലാസ്റ്റിക് അജൈവമായിട്ടുള്ള കാര്യം. ജൈവമാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ഞങ്ങൾ നിരോധിച്ചതിന് ശേഷം അല്പം പ്ലാസ്റ്റിക്, ഈ പറന്ന് നടക്കുന്ന പ്ലാസ്റ്റിക് വീടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ 2008 മെയ് 4 എല്ലാ വാർഡുകളിലും ഈ വീടുകളിൽ സൂക്ഷിച്ചത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് പറന്ന് നടക്കുന്ന പ്ലാസ്റ്റിക്കാണ്. അത് ഞങ്ങൾ സന്നദ്ധ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകരൊക്കെ എടുത്ത് അത് നിർമ്മാർജ്ജനം ചെയ്തിട്ട് സംസ്കരിക്കുകയല്ല, നാഷണൽ ഹൈവേയുടെ വികസനത്തിന്റെ ഫലമായിട്ട് കിണറുകളുണ്ടായിരുന്നു, പൊട്ടക്കിണറുകൾ.
ആ കിണറുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും അല്ലേ? അത് ഒരു മാലിന്യമായിട്ടെല്ലാം നശിച്ചു പോകാത്തൊരു അല്ല, ഞാൻ അതിനെപ്പറ്റി അധികം ചോദിക്കുന്നില്ല, വേറെ ആൾക്കാരുണ്ട്. ഏകദേശം അത്ര 5500 വീടുകളോളം ഉണ്ടാവും അല്ലേ? 5815 സുമാർ കണക്ക്. അതില് പിന്നെ NREGയില് തൊഴിൽ കൊടുത്തിട്ടുള്ള കുടുംബങ്ങളുടെ കണക്ക് കൊണ്ട് ഇവിടെ 8-9 1143 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 21% കുടുംബങ്ങള് തൊഴിൽ ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ സാധാരണഗതിയിൽ ഈ 125 രൂപയ്ക്ക് എന്താ പറയുക അധ്വാനിക്കാൻ വരുന്നവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളായിരിക്കും. അങ്ങനെ വരുമ്പോൾ 21% ആണ് ഇതിൽ കാണുന്നത്. ടോട്ടൽ കുടുംബം ഒരു 20%, 1/5 കുടുംബങ്ങൾ എന്ന് വെക്കാം. അതൊരു പക്ഷേ ഇനിയും അടുത്ത കാലത്ത് നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവും, കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടാവും, അത് കുഴപ്പമില്ല. അതേസമയത്ത് കുടുംബശ്രീയില് 3695 കുടുംബങ്ങളുണ്ട്. കാരണം ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയല്ലേ. അത് നോക്കുന്ന സമയത്ത് 62% കുടുംബങ്ങളും അതിൽ അംഗങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ദാരിദ്ര്യമായിട്ട് പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 20% കണക്കാക്കേണ്ടത്, അതോ ഈ 62% കുടുംബങ്ങളും ദാരിദ്ര്യ കുടുംബങ്ങളാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുമോ? കുടുംബശ്രീ അംഗങ്ങള് ദാരിദ്ര്യക്ക് താഴെയുള്ളവരും ദാരിദ്ര്യക്ക് മുകളിലുള്ളവരും കുടുംബശ്രീ അംഗങ്ങളാണ്. പക്ഷെ BPL ലിസ്റ്റ് എടുക്കുന്നവരല്ലേ കുടുംബശ്രീയിൽ വരേണ്ടത്? അല്ല, കുടുംബശ്രീ അംഗങ്ങൾ എന്ന് പറയുന്നത് ആനുകൂല്യം ലഭ്യമാവുന്നത് BPL അംഗങ്ങൾ. അതെ, BPL ആ ഒരു ക്ലേശ ഘടകം നോക്കിയിട്ടാണല്ലോ നോക്കുന്നത്. അപ്പൊ ഇത്രയധികം ക്ലേശ ഘടകങ്ങളുള്ള കുടുംബം ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. 62% കുടുംബങ്ങളുണ്ട്. 1447 BPL അംഗങ്ങൾ. കൂടുതൽ കുടുംബങ്ങൾ വരുന്നത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് ഒരു ക്ലേശ ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാവുമ്പോ അത്രയധികം ദാരിദ്ര്യമായി പിന്നോക്കമാണോ എന്നൊരു സംശയം ചിലർക്ക് തോന്നിപ്പോകും. ഈ ജൈവ കൊതുകുനാശിനി എന്ന് പറഞ്ഞല്ലോ, അത് വളരെ ഫലപ്രദമാണെന്നൊക്കെ തെളിയിച്ചിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടു. അത് എങ്ങനെ, ആരാ തെളിയിച്ചത്? അതിന്റെ ഒരു ആധികാരികത എന്താണ്? അങ്ങനെയാണെങ്കിൽ അത് മറ്റ് പഞ്ചായത്തുകൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ അല്ലേ? സാറ് പറഞ്ഞതുപോലെ ഇത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിലും ഇത് നടപ്പിലാക്കുന്നതിന്റെ ഒരു പരിശ്രമം ഞാൻ നടത്തിയിരുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഡോക്ടർ മധു നേരത്തെ പറഞ്ഞു. അത് സംബന്ധിച്ച് 2008 പഞ്ചായത്ത് രാജ് മാസികയിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ആഗോളവൽക്കരണ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഈ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ കീടനാശിനിയുടെ പ്രയോഗം, അത് പിന്നെ DDT, അലത്യോൺ, ഇതൊക്കെ തെളിച്ച ഭക്ഷ്യ വസ്തുക്കളാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നം വളരെ പ്രയാസമായിട്ടുണ്ട്. കൊതുകിൻ്റെ അമിതമായ വർധനവ് അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നേരത്തെ ഇവിടെ കാണിച്ച ജൈവ കീടനാശിനി ഉണ്ടാക്കിയത്. ആ ജൈവ കീടനാശിനി ഈ 2 വർഷമായിട്ട് ഞങ്ങളുടെ വീടുകളിൽ അത് സൗജന്യമായിട്ട് നൽകും. അതിന്റെ ശാസ്ത്രീയ വശം അദ്ദേഹം പറയുന്നത് കൊതുക് ഇതിൽ നിന്ന് പറ്റിപ്പിടിച്ച് ചിറക് 2ആയി മുറിഞ്ഞ് അത് പറന്നു പോകാൻ കഴിയാതെ നശിച്ചു പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ നിഗമനം. അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഈ പൊട്ടക്കിണറുകൾ നികത്താൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു, അത് ദയവായി ഒഴിവാക്കണം. അത് ഞങ്ങൾ അതിന് ശേഷം എടുത്തിട്ടില്ല. അത് ഈ കിണറ്റിലെ ഇട്ടാല് കിണർ നികന്ന് കിട്ടും, പക്ഷേ അത് ഭൂഗർഭജലത്തിനെ മലിനമാക്കും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ നിങ്ങൾ കെട്ടിടം പണിയുന്ന സമയത്ത് അതിന്റെ ബേസ്മെന്റിൽ ഫില്ല് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റോഡ് പണിയിൽ അതിന്റെ അടിയിൽ ഇട്ട് നികത്തുന്നതിന് ഇപ്പൊ ടാറിടുന്ന സമയത്ത് പ്ലാസ്റ്റിക് അതിന്റെ കൂടെ ഉരുക്കി ചേർക്കുന്നുണ്ട്. അത്തരം പരീക്ഷണങ്ങൾ നടത്തണം. നിങ്ങളുടെ ബഡ് സ്കൂള് നല്ലൊരു തുടക്കമായിട്ടേക്കുന്നത്. അത് നിങ്ങൾ ഈ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ അവരെ എങ്ങനെയാണ് സമൂഹത്തിന്റെ ഭാഗം ആക്കാൻ ശ്രമിക്കുന്നത്? അല്ല, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്, എനിക്ക് അവരുടെ കുടുംബങ്ങൾ, അവരൊത്തിരി നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ കുടുംബങ്ങൾ, അതിനെന്ത് സഹായമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള. ഈ ബഡ്സ് സ്കൂൾ തുടങ്ങിയതിന് ശേഷം ആ കുടുംബങ്ങൾ ഏറെ മാനസികമായി സംതൃപ്തരാണ്. അവരുടെ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർക്കുമ്പോൾ പഞ്ചായത്ത് നടത്തിയ ഈ പ്രവർത്തനം അത് വളരെ സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പദ്ധതി രൂപപ്പെട്ടതിന് ശേഷം മറ്റേത് വികസന പ്രവർത്തനം വരുമ്പോൾ അതിൻ്റെ കക്ഷിയോ രാഷ്ട്രീയമോ പരിഗണനയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ വരാറുണ്ട്.
ഇതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. കക്ഷി രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ നല്ലത് നല്ലത് എന്ന് മാത്രം പറഞ്ഞ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഇത് മാത്രമാണ്. ഇതാണ് ഞങ്ങളെ ഏറെ സന്തോഷിക്കുന്നത്. പഞ്ചായത്തിലെ പ്രധാന കാർഷിക വിളകളായിട്ട് പറയുന്നത് നെല്ല്, തെങ്ങ് എന്ന് 2 വിളകളുടെ കാര്യം പറയുന്നുണ്ട്. ഈ മേഖലയിൽ പഞ്ചായത്ത് എന്തെങ്കിലും ഒരു ഉൽപാദന വർധനവിന് എന്തെങ്കിലും പരിപാടിയുണ്ടോ? പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിന്റെ 40% ഉൽപാദന മേഖലയ്ക്ക് നീക്കിവെച്ചിട്ടുണ്ട്. സർ, ഒന്നാം വിളയിൽ 180 ഹെക്ടറും 2ാം വിളയിൽ 210 ഹെക്ടറും നെൽകൃഷി ചെയ്തിട്ടുണ്ട്. അതിന്റെ വിള 4000 കിലോ എന്നതിൽ നിന്ന് 5000 കിലോയിലേക്ക് ഒരു ഹെക്ടർ എന്ന രീതിയിലേക്ക് ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെ കറക്റ്റായിട്ട് നമുക്ക് ഗവൺമെന്റ് തരുന്ന പണം, ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു 40% ചെലവാക്കിയതിന്റെ ഇമ്പാക്ട് അറിയണം. ഇപ്പോൾ ബഡ് സ്കൂളിന് ഇത്ര കാര്യങ്ങൾ ചോദിച്ചു. ബഡ് സ്കൂളിന്റെ നേട്ടങ്ങൾ വിശ്വോത്തരമാണ്. എനിക്കത് വളരെ സന്തോഷമാണ്. പക്ഷെ അതുപോലെ നെൽകൃഷിയുടെ ഈ കാർഷിക വികസന മേഖലയിൽ മൊത്തം വികസന ഫണ്ടിന്റെ 40% ചിലവാക്കുമ്പോൾ എന്തുമാത്രം ഉൽപാദനം ഉണ്ടായി, എന്തുമാത്രം അധിക ആദായം കൃഷിക്കാർക്കുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ബഡ് സ്കൂളിന്റെ നേട്ടം പറയുന്നതിനൊക്കെ പറയാൻ കഴിയുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. സാർ, നേരത്തെ പറഞ്ഞ 4000 കിലോ എന്നുള്ളത് 5000 കിലോ എന്ന രീതിയിലേക്ക് ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ബഡ് സ്കൂൾ എന്നുള്ള നല്ല ആശയം നടപ്പിലാക്കിയതിന് നന്ദി. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത്, ഈ 18 വയസ്സ് വരെയല്ലേ അവിടെ കുട്ടികളെ നോക്കുന്നത്, അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? ഇത് ഒരു പ്രശ്നമാണ്. പക്ഷെ അവർക്ക് ഈ ശാരീരികവും മാനസികവുമായ വികാസം വരുമ്പോൾ തൊഴിൽ പരിശീലനത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ 18 വയസ്സ് വരെ നമ്മുടെ മക്കളെ പോലെ വളർത്തി കൊണ്ടുവന്നിട്ട് 18 ആകുമ്പോൾ അവർക്ക് മാനസികമായ വളർച്ചയില്ല. അവരെ എന്തോ നിരാധാരരാക്കി എന്നുള്ള ഒരു വേദനയായിരിക്കും കുട്ടികൾക്ക്. അത് ഒന്ന് പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 18 വയസ്സിന് ശേഷമുള്ള ഈ വിധത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും തൊഴിലുകളോ അവരെ സംരക്ഷിക്കുകയോ തൊഴിൽ ബന്ധ വിനോദങ്ങളോ ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രം, ഇല്ലെങ്കിൽ അത് കഷ്ടമാണ്. സ്ത്രീ പദവി പഠനത്തിന് പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പഠനം? സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പദവി പഠനം കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അവിടെ ജാഗ്രതാ സമിതി ഉണ്ടോ? ജാഗ്രതാ സമിതി ഉണ്ട്. പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികളും വാർഡ് തല ജാഗ്രതാ സമിതികളും ഉണ്ട്. 7 പരാതികളുമായി സ്ത്രീകൾ എത്തുകയും അവരുടെ കേസുകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യും. 7 പരാതികൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അതിൽ 2 പരാതികൾ ഞങ്ങൾ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി അത്രയേ ഉള്ളൂ? അത്ര നല്ല ആളുകളാണോ പഞ്ചായത്തിൽ? 7 പരാതിയേ ഉള്ളൂ? 7 പരാതികളാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട്. എല്ലാ പരാതികളും മാഡം നമ്മളെ പഞ്ചായത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച എല്ലാ ഗ്രാമസഭകളിലും ഒക്കെ തന്നെ ഈ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ 7 കേസുകൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. 2 കേസുകൾ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. 5 കേസുകൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതൊട്ടും പോരാ കേട്ടോ. കൂടുതൽ ബോധവൽക്കരണം ഉണ്ടെങ്കിൽ മാത്രമേ ജാഗ്രതാ സമിതിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് അവർക്കൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ പരാതിയായിട്ട് വരുള്ളൂ. അങ്ങനെ അവരറിയുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നെ മദ്യത്തിന്റെ സ്ഥിതി എന്താ? മദ്യോപഭോഗം, മദ്യത്തിനെതിരായിട്ട് വളരെ ശക്തമായ നിലപാടാണ് ഞങ്ങൾ എടുത്തത്. മദ്യത്തിനെതിരായിട്ട് വ്യാപകമായി ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ബോധവൽക്കരണം പോലീസ് ഓഫീസർമാർ, എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇവരൊക്കെ പങ്കെടുപ്പിച്ച് സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും ബോധവൽക്കരണം നടത്തി. 2004 സെപ്റ്റംബർ 7 മദ്യത്തിനെതിരായിട്ട് ഒരു ഗ്രാമ പാർലമെന്റ് ഞങ്ങൾ നടത്തി കേരളത്തിലാകുന്നു. കരിവെള്ളൂർ പഞ്ചായത്തിന്റെ മാർക്ക് ചോദിക്കാം. കണ്ണമാഷേ. 15-ൽ 11. 15-ൽ 12. 10-ൽ 7. 10-ൽ 7. 10-ൽ 7.5. പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന ആകെ മാർക്ക് 60-ൽ 44. ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ SMS അയക്കുക. SMS അയക്കാൻ ഫോർമാറ്റ് GKE സ്പേസ് KRPM സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക്. SMS അയക്കേണ്ട നമ്പർ 537252. ഇത് ഭൂമി ഒരേ ഒരു ജീവകലാവേദി, ജലവായുവിധാനമൊരുങ്ങിയ മലർവാടി. റഫീഖ് അഹമ്മദ് രചിച്ച ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ശീർഷകഗാനമായ ഹരിതഗാനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കോടാനുകോടി ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാഗീതം കൂടിയാണിത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ ഉണർത്തുപാട്ടായി മാറിയിരിക്കുന്നു ഈ ഗാനം ഇപ്പോൾ. സുസ്ഥിര വികസനത്തിന്റെ പുതിയ കഥയുമായി അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. നമസ്കാരം.
ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരളം.